إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹീഹുൽ ബുഖാരിയിലെ കിതാബു തൗഹീദിൽ അടങ്ങിയ ഏതാനും ചില ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിതാബു തൗഹീദിലെ ഒന്നാമത്തെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കിതാബു തൗഹീദ് എന്ന് പറയുമ്പോൾ സഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ അധ്യായമാണ്. എത്രാമത്തെ അധ്യായം? 97-ാമത്തെ അധ്യായം. ആ അധ്യായത്തിലെ ഒന്നാമത്തെ ബാബാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാബു മാ ജാഅ ഫി ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു ഇലാ തൗഹീദില്ലാഹി തബാറക വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന അധ്യായം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അധ്യായം. അതിൽ ഇസ്ലാമിക പ്രബോധകർക്ക് നിർബന്ധമായും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഹദീസിൽ അടങ്ങിയ പ്രധാനപ്പെട്ട വിഷയം. എന്താണത്? ഇസ്ലാമിക പ്രബോധനം. ഇസ്ലാമിക പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഏതാണ്? തൗഹീദാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ശേഷമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാവൂ. ഈ സംഗതി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചപ്പോൾ അവിടുന്ന് ചില കാര്യങ്ങൾ ഉപദേശിച്ചു. താങ്കൾ വേദക്കാരായ ഒരു ജനതയിലേക്കാണ് താങ്കൾ പോകുന്നത്. فليكن أول ما تدعوهم إلى أن يوحدوا الله تعالى. താങ്കൾ ആദ്യം തന്നെ അവരെ ക്ഷണിക്കേണ്ടത് ഏതിലേക്കാണ്? ഇലാ അൻ യുവഹിദുല്ലാഹ തആല. വേറെ റിവായത്തിലുണ്ട് ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റിവായത്തുകൾ വ്യത്യാസമാണെങ്കിലും അവയുടെ അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്, ഒരു ഉദ്ദേശം തന്നെയാണ്. വേദക്കാരായ ജനതയിലേക്കാണ് ആര് നിയോഗിക്കപ്പെട്ടത്? മുആദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു സൂചനയുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു സഹാബത്തുകളിൽ വെച്ച് ഹലാൽ ഹറാം വിഷയത്തിൽ മഹാപണ്ഡിതനാണ്. വഅഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ്. അലൈക്കും സലാം. അപ്പോൾ ഹലാൽ ഹറാം വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമുള്ള മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് എങ്ങോട്ട് നിയോഗിച്ചത്? യമനിലേക്ക്. അപ്പോൾ വേദക്കാരായ ഒരു വിഭാഗത്തിലേക്കാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ താങ്കൾ തയ്യാറായിട്ട് വേണം പോകേണ്ടത്. സാധാരണക്കാരായ ജനതയിലേക്കല്ല. ഇതിൽ നിന്ന് തന്നെ ഒരു പ്രബോധകൻ പ്രബോധനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്.
ആരെയാണോ ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കുന്നത്, ആ ജനവിഭാഗം വലൈക്കുമുസ്സലാം ആ ജനവിഭാഗത്തിൻ്റെ സ്വഭാവം, അവരുടെ വിദ്യാഭ്യാസം, അറിവ്, വലൈക്കുമുസ്സലാം അവരുടെ ചുറ്റുപാട്, പരിസരം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രബോധനം നടത്തേണ്ടത്. ഇവിടെ ആദ്യം പഠിപ്പിക്കേണ്ടതാണ് ഇലാ അൻ യുവഹിദുല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഹീദാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. فإذا عرفوا ذلك فأخبرهم أن الله فرض عليهم 5 صلوات في يومهم وليلتهم. അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കെന്ത്, ഒരു ദിവസവും രാത്രിയും പകലും രാത്രിയും 5 നമസ്കാരങ്ങൾ അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ താങ്കൾ അറിയിച്ചു കൊള്ളണം. ശേഷം എന്താണ്, സക്കാത്ത് അറിയിച്ചു കൊള്ളണം. തുഖദു മിൻ ഗനിയിഹിം ഫതുറദ്ദു അലാ ഫഖീരിഹിം, അവരുടെ ധനികളിൽ നിന്ന് എടുക്കപ്പെടുന്ന സമ്പത്ത് ആരിലേക്ക് മടക്കപ്പെടുന്നു? ഫഖീറിലേക്ക് മടക്കപ്പെടുന്നു. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതൊരു സംഗതി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ വചനത്തിൽ നിന്ന് തുഖദു മിൻ ഗനിയിഹിം ഫതുറദ്ദു അലാ ഫഖീരിഹിം എന്ന ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ നബി വചനത്തിൽ നിന്ന് എന്താണ് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്? അല്ല, ബലമായിട്ട് നിന്നില്ലല്ലോ. അവരുടെ ധനികളിൽ നിന്ന് എടുക്കപ്പെടുകയും അവരുടെ ദരിദ്രരിലേക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന സമ്പത്ത് എന്ന് പറയുമ്പോൾ ആരാണ് അവർ? തൗഹീദ് അംഗീകരിച്ച, നമസ്കാരം അനുഷ്ഠിച്ച അവർ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളായ അവരിൽ നിന്ന് എടുക്കപ്പെടുകയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട പാവങ്ങളിലേക്ക്, മുസ്ലിങ്ങളിലേക്ക് നൽകപ്പെടുന്ന സമ്പത്തായിരിക്കണം. അതായത് പണ്ഡിതന്മാർ പറയുന്നു, ഇമാം നവവി പറയുന്നു, അതിലെന്ത് പാടില്ല? സക്കാത്ത് കാഫിറിന് നൽകാൻ പാടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അതുപോലത്തെ ഇമാം നവവി പറയുന്നു ശർഹ് സഹീഹ് മുസ്ലിമിൽ 5 നമസ്കാരങ്ങൾ അവർക്ക് അള്ളാഹു നിർബന്ധമാക്കി എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് എന്താ പറഞ്ഞത് ഇമാം നവവി? ഇതിൽ തെളിവുണ്ട് വിത്ർ നമസ്കാരം നിർബന്ധമല്ല എന്ന്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കിയ നമസ്കാരം എത്രയാണ്? 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലാത്ത നമസ്കാരം എന്തല്ല? ഫർദല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹദീസ് വായിച്ച് പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ അറിവ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫൈദാ അഖറു ബിദാലിക, അതൊക്കെ അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫഖുദ് മിൻഹും, അവരിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊള്ളുക. ഏത് സമ്പത്ത്? സക്കാത്ത്. വതവഖ കറായിമ അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്തിൽപ്പെട്ട വിലമതിച്ച, വിലപിടിപ്പുള്ള സമ്പത്ത് താങ്കൾ സൂക്ഷിക്കുക. അതിലൊക്കെ ഒരു മിതമായ വിലയുള്ള സമ്പത്തായിരിക്കണം താങ്കൾ വാങ്ങേണ്ടത്. ഏറ്റവും മുന്തിയ, ഏറ്റവും വിലപ്പെട്ട വസ്തു താങ്കൾ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഉടമക്ക് എന്ത് സംഭവിക്കും? വിഷമിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മോശമായ വസ്തു താങ്കൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മുതവസ്സിതായ മിതമായ ഒരു സമ്പത്താണ് താങ്കൾ സക്കാത്ത് ശേഖരിക്കുമ്പോൾ വാങ്ങേണ്ടത് എന്നും നിർദ്ദേശം വരുന്നു. വേറൊരു റിവായത്തിലുണ്ട് വത്തഖി ദഅവത്തൽ മദ്ലൂം, ഇതിനു ശേഷം ആക്രമിക്കപ്പെട്ട മദ്ലൂമായ മനുഷ്യൻ്റെ പ്രാർത്ഥന താങ്കൾ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. എന്താ കാരണം? ആ പ്രാർത്ഥനയും അള്ളാഹു തമ്മിൽ എന്തില്ല? മറയില്ല, പെട്ടെന്ന് തന്നെ നേരിട്ട് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള സാഹചര്യത്തിൽ പ്രബോധകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താണ്? നീതി പാലിക്കുക, അക്രമം കാണിക്കാതിരിക്കുക. അക്രമം കാണിച്ചാൽ ആ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു കാരണവശാലും മടക്കുകയില്ല. ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ഹദീസാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ചെറിയ രൂപത്തിൽ ഇന്ന് നമ്മൾ
ഓർമ്മപ്പെടുത്തിയെന്നും മാത്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഹീഹുൽ ബുഖാരിയിലെ കിതാബു തൗഹീദിൽ പെട്ട 4-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. 4-ാമത്തെ അധ്യായം. എന്താണ് അധ്യായം? അധ്യായം അല്പം ദീർഘമായതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. ഖാല ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ് ബാബു ഖൗലില്ലാഹി തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ وإن الله عنده علم الساعة وأنزله بعلمه وما تحمل من أنثى ولا تضع إلا بعلمه إليه يرد علم الساعة. قال يحيى الظاهر على كل شيء علما والباطن على كل شيء علما. حدثنا خالد بن مخلد قال حدثنا سليمان بن بلال قال حدثني عبد الله بن دينار عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال مفاتيح الغيب 5 لا يعلمها إلا الله لا يعلم ما تغيض الأرحام إلا الله ولا يعلم ما في غد إلا الله ولا يعلم متى يأتي المطر أحد إلا الله ولا تدري نفس بأي أرض تموت إلا الله ولا يعلم متى تقوم الساعة إلا الله. കിതാബു തൗഹീദിലെ 4-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ബാബു ഖൗലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ വചനം. എന്താണത്? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യം അറിയുന്നവനാണ്. അദൃശ്യത്തിനാണ് ഗൈബ് എന്ന് പറയുക. അദൃശ്യം എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും എന്തല്ല, അദൃശ്യമല്ല. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. ആ അദൃശ്യമായ കാര്യം ആരറിയുന്നു? അല്ലാഹു അറിയുന്നു. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. എന്നാൽ അവൻ തൻ്റെ അദൃശ്യ ജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. ശേഷം വരുന്നുണ്ട് ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ദൂതന്, പ്രവാചകൻ ഒഴികെ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗൈബിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച പ്രകാരം അറിയിച്ചു കൊടുക്കും. അപ്പോൾ പ്രവാചകന്മാർ സ്വമേധയാ ഗൈബ് അറിയുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുമ്പോൾ, എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം വിചാരിക്കുന്ന സമയത്തെല്ലാം ഗൈബ് അല്ലെങ്കിൽ വഹ്യ് ഇറങ്ങണം എന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹ്യ് എത്തുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. അല്ലാഹുവിങ്കലാണ് ഏതിനെ കുറിച്ചുള്ള അറിവ്? അസ്സാഅ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അന്ത്യസമയം എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാൾ സംബന്ധിച്ചുള്ള അറിവ്, ജ്ഞാനം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാകുന്നു. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. പിന്നീട് വഅൻസലഹു ബിഇൽമിഹി. ഇത് വാവ് എന്ന ഈ അക്ഷരം ഈ ആയത്തിൽ പെട്ടതല്ല. അൻസലഹു ബിഇൽമിഹി, അതുകൊണ്ടാണ് വാവ് ബ്രാക്കറ്റിന് പുറത്ത് എഴുതാനുള്ള കാരണം. അൻസലഹു ബിഇൽമിഹി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന് അവതരിപ്പിച്ചത്
ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമി. എന്താണ് ഇതിൻ്റെ അർത്ഥം? വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമി. ഒരു സ്ത്രീ പ്രസവിക്കുന്നതും അതുപോലെ തന്നെ ഗർഭം ധരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അറിവ് പ്രകാരം മാത്രമാകുന്നു. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ. അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. ഖാല യഹ്യ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇൽമുൽ ഗൈബ്, അദൃശ്യജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ്. ഇൽമുൽ ഗൈബ് അള്ളാഹുവിൻ്റെ അവകാശമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു കല്യാണത്തിലേക്ക് പോവുകയാണ്, കടന്നു വരികയാണ്. അപ്പോൾ ചെറിയ പെൺകുട്ടികൾ പാടിക്കൊണ്ടിരുന്നു, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദി. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം അറിയാവുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടികളെ അത് പാടുന്നത് നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ പാടുന്നത് നിങ്ങൾ നിർത്തിവെക്കൂ എന്ന് പറഞ്ഞു. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർത്തിവെക്കാൻ പറയാനുള്ള കാരണം? ലിഅന്നൽ ഗൈബ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹി തആല. എന്താണ് അതിൻ്റെ കാരണം? ഗൈബ് എന്ന് വെച്ചാൽ അദൃശ്യജ്ഞാനം എന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു ഗുണമാകുന്നു, സവിശേഷതയാകുന്നു, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത്. ആ ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ അല്ലെങ്കിൽ ഒരു വലിയനോ അറിയും എന്ന് ധരിച്ചാൽ അതെന്തായി മാറി? ശിർക്കായി മാറി. ലിഅന്നൽ ഗൈബ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹി തആല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു സിഫത്താണ്, ഗുണമാണ്. ഈ ഗുണം സൃഷ്ടിക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറി? ശിർക്കായി മാറി. അതുകൊണ്ട് തന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്താണ്? വമൻ ഹദ്ദസക അന്ന മുഹമ്മദൻ യഅലമു മാ ഫീ ഗദിൻ ഫഖദ് കദബ്. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണത്? ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, താങ്കളോട് ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? അന്ന മുഹമ്മദൻ യഅലമു മാ ഫീ ഗദിൻ. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയും എന്ന് താങ്കളോട് വല്ലവനും പറഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് കദബ്, അവൻ കളവ് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇത്? അത്രക്കും പൂർവികരായ സഹാബത്തുകളും സലഫുസ് സാലിഹീങ്ങളും വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത പഠിപ്പിച്ച ഒരു വിഷയമാണിത്. അള്ളാഹുവിൻ്റെ മാത്രം അവകാശപ്പെട്ട ഗുണങ്ങളുണ്ടല്ലോ, സിഫാത്തുകൾ, അത് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്താൽ എന്തായി മാറി? ശിർക്കായി മാറി. ഇതാണ് ശിർക്കിൻ്റെ മാനദണ്ഡം. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ. എന്താണത്? ഖിയാമത്ത് നാളെ കുറിച്ചുള്ള അറിവ്, ജ്ഞാനം അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. ഖാല യഹ്യ. ഇമാം യഹ്യ പറഞ്ഞു. ആരാണ് യഹ്യ? ഇവിടെ ഞാൻ ഫുട് നോട്ടിൽ കൊടുക്കാൻ മറന്നുപോയി. യഹ്യ ഇബ്നു സിയാദ് അൽ ഫറാ. യഹ്യ ഇബ്നു സിയാദ് അൽ ഫറാ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം ഫറാ റഹിമഹുല്ലാഹു തആല. അദ്ദേഹം അറിയപ്പെട്ട ഭാഷാ പണ്ഡിതനായിരുന്നു. അതായത് അറബി ഭാഷാ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അറബി ഭാഷാ പണ്ഡിതന്മാർ പ്രധാനമായും രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് കൂഫ പണ്ഡിതന്മാർ, രണ്ട് ബസ്ര പണ്ഡിതന്മാർ. അറബിയിൽ പറയുകയാണെങ്കിൽ അൽ കൂഫിയൂൻ വൽ ബസ്രിയൂൻ. അതായത് അറബി ഭാഷാ നിയമങ്ങളുടെ പണ്ഡിതന്മാർ. അതായത് അറബി പറയുകയാണെങ്കിൽ ഉലമാ ഉൻ നഹ്വി അലാ മദ്ഹബൈൻ, മദ്ഹബു അഹ്ലിൽ കൂഫ വ മദ്ഹബു അഹ്ലിൽ ബസ്ര. ബസ്രക്കാരായ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഇമാം അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി. ഈ അറബിയിലുള്ളതുണ്ടല്ലോ കവിതയുടെ എല്ലാ നിയമങ്ങളും, അതിൻ്റെ അറബിയിൽ പറയും അൽ അറൂദ് വൽ ഖവാഫി എന്നൊക്കെ പറയും.
അതൊക്കെ ശരിക്കും ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഇമാം അൽ ഖലീൽ ഇബ്നു അഹ്മദ്. അതൊരു നിയമപരമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് അൽ ഇമാം അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി. അദ്ദേഹം ആരുടെ ഗുരുവാണ്? ഇമാം സീബവൈഹി എന്ന പണ്ഡിതൻ്റെ, അറിയപ്പെട്ട ഭാഷാ പണ്ഡിതൻ്റെ ഗുരുവാണ്. ഹിജ്റ 170 ഇമാം ഖലീൽ മരണപ്പെട്ടത്. ഹിജ്റ 180 ഇമാം സീബവൈഹി മരണപ്പെട്ടത്. ഇമാം സീബവൈഹി നോക്കൂ നിങ്ങൾ, അദ്ദേഹം പേർഷ്യക്കാരനാണ്. പക്ഷേ നഹ്വിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് ആരാണ് ചോദിക്കപ്പെട്ടാൽ ഉടനെ മറുപടി ആരാണ്? ഇമാം സീബവൈഹി. ഇമാം സീബവൈഹി. അതുകൊണ്ട് തന്നെ സാധാരണ വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട്, വലിയ വലിയ പരീക്ഷയ്ക്ക് വരുമ്പോഴേ നമ്മൾ സീബവൈഹി ഒന്നുമല്ലല്ലോ, എന്താ ഉദ്ദേശിച്ചത്? ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ സീബവൈഹി എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് അൽ കിതാബ്. എന്താണ് അൽ കിതാബ്? സീബവൈഹിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? അൽ കിതാബ് എന്നാണ് പേരിട്ടത്. അല്ല വേറെ പ്രത്യേകം പേരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നഹ്വ് പണ്ഡിതന്മാർ അൽ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? ഇമാം സീബവൈഹിൻ്റെ കിതാബാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമാം സീബവൈഹി, അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി, അതുപോലെ തന്നെ ഇമാം അഖ്ഫശ്, ഇവരൊക്കെ ബസ്ര പണ്ഡിതന്മാരാണ്. കൂഫക്കാരായ പണ്ഡിതന്മാർ, കൂഫക്കാരായ നഹ്വ് പണ്ഡിതന്മാർ, അറബി ഭാഷാ നിയമങ്ങളുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാമാണ് ഇമാം യഹ്യ ഇബ്നു സിയാദ് അൽ ഫറാ. ഹിജ്റ 207 ഇദ്ദേഹം മരണപ്പെട്ടത്. ഇമാം യഹ്യ ഇബ്നു സിയാദ് അൽ ഫറാ. അതുപോലെ ഇമാം കിസായി, ഇതൊക്കെ കൂഫക്കാരാണ്. ഇമാം അബൂ ജഅഫർ റുആസി, ഈ പണ്ഡിതനും ഇദ്ദേഹം കൂഫക്കാരനാണ്. അങ്ങനെ കൂഫക്കാരായ പണ്ഡിതന്മാരുമുണ്ട്. ഇത് ശരിക്ക് പൂർവ്വകാലത്തുള്ള അറിയപ്പെട്ട 2 മദ്ഹബുകളായിരുന്നു. ഇതുപോലെ കർമ്മശാസ്ത്രത്തിൽ 4 മദ്ഹബുകളിൽ അറിയപ്പെട്ട, അതുപോലെ തന്നെ ഭാഷയിലും മദ്ഹബുകളുണ്ട്. ഏറ്റവും അറിയപ്പെട്ട മദ്ഹബുകൾ 2 മദ്ഹബുകളാണ്, മദ്ഹബു അൽ ബസ്രിയീൻ, മദ്ഹബു അൽ കുഫിയീൻ. എന്താണ് ഇമാം ഫറാ പറഞ്ഞത്? ഇമാം ഫറാഇനൊരു പുസ്തകമുണ്ട്, ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ടൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. എന്താണ്? മആനിൽ ഖുർആൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇമാം ഫറാ എഴുതിയ പുസ്തകം ഇമാം ഫറാ എഴുതിയ പുസ്തകത്തിന്റെ പേരെന്താണ്? മആനി അൽ ഖുർആൻ. ഹിജ്റ 207 മരണപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാം യഹ്യ ഇബ്നു സിയാദ് അൽ ഫറാ. അപ്പോൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാ മരണപ്പെട്ടത് എപ്പോഴാണ്? ഹിജ്റ 256. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖാല യഹ്യ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഖുർആനിൻ്റെ ആയത്താണ് ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ എന്ന ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലാണ് ഈ കിതാബിൽ ഇമാം ഫറാ പറഞ്ഞത് അദ്ദാഹിറു അലാ കുല്ലി ഷൈഇൻ ഇൽമാ. എന്താണ് അർത്ഥം? ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷമായവനാണ് പരോക്ഷമായവനാണെന്ന് പറയുമ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദാഹിറു അലാ കുല്ലി ഷൈഇൻ, അവൻ എല്ലാറ്റിൻ്റെയും എന്താണ്? പ്രത്യക്ഷമായവനാണ് ഇൽമൻ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പരോക്ഷമായവനാണ്, അഥവാ എല്ലാ സൂക്ഷ്മ ജ്ഞാനവും അവൻ്റേതാണ്. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും അതുപോലെ തന്നെ എല്ലാ ബാഹ്യമായ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്ന ഒരു തഫ്സീറാണ്, ഒരു വ്യാഖ്യാനമാണ് ഇമാം ഫറാ കൊടുത്തത്. പണ്ഡിതന്മാർ പറയുന്നു അദ്ദാഹിർ അൽ ബാത്തിൻ എന്ന ഈ 2 അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ടല്ലോ, അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ ആ അസ്മാഉകളിൽ നാമങ്ങളിൽപ്പെട്ട 2 നാമങ്ങളാണ് ഏത്? അദ്ദാഹിർ
അതുപോലെ തന്നെ അൽ ബാത്തിൻ, അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഇമാം ഫർറാ ഇവിടെ നൽകിയത്. ഖാല യഹ്യ, ആരാണ്? യഹ്യ ഇബ്നു സിയാദ് അൽ ഫർറാ, അസ്സാഹിറു അലാ കുല്ലി ഷൈഇൻ ഇൽമ വൽ ബാത്തിനു അലാ കുല്ലി ഷൈഇൻ ഇൽമ. എന്നിട്ട് ഇതൊക്കെ ഇവിടെ ഇതുവരെയാണ് ഇമാം ബുഖാരി നൽകിയ അധ്യായമാണ്. അധ്യായത്തിൻ്റെ ഉൻവാനാണ്, തർജ്ജമയാണ്, ടൈറ്റിലാണ് ഏത്? ഈ ഇത്രയും ആയത്തുകളും ഈ ഇമാം യഹ്യൻ്റെ ഈ ഇബാറത്തുമൊക്കെ ഈ ബാബിൽ പെട്ടതാണ്. ഈ ടൈറ്റിലിനാണ്, ഉൻവാനിനാണ് പണ്ഡിതന്മാരുടെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ എന്താണ് തർജ്ജമ എന്ന് പറയുക. ഫിഖ്ഹുൽ ബുഖാരി ഫി തറാജിമിഹി, ഇമാം ബുഖാരിയുടെ ഫിഖ് ജ്ഞാനം പ്രകടമാകുന്നത് ഏതിലൂടെയാണ്? തർജ്ജമകളിലൂടെയാണ്. ഉദ്ദേശം ഈ ഉൻവാനുകളിലൂടെ. ഹദ്ദസന ഖാലിദ് ഇബ്നു മഖ്ലദ്, ഖാലിദ് ഇബ്നു മഖ്ലദ് എന്ന ഇമാം നമ്മോട് പറഞ്ഞു തന്നു. ആരാണ്? ഇമാം ഖാലിദ് ഇബ്നു മഖ്ലദ്, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഖാലിദ് ഇബ്നു മഖ്ലദ് അൽ ഖത്വാനി. അൽ ഖത്വാനി എന്ന് പറയുന്നത് ഖത്വാൻ എന്ന ഒരു സ്ഥലമാണ്. അത് കൂഫയിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഖത്വാൻ. അറിവ് കൊണ്ട് അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഹിജ്റ 213 മരണപ്പെട്ടു. തഖ്രീബു തഹദീബ് നോക്കുക, തഹദീബു തഹദീബ് നോക്കുക. തഖ്രീബു തഹദീബ് ആരുടെ ഗ്രന്ഥമാണ്? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വിശദീകരിക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങൾ ചോദ്യത്തിന് മറുപടി തയ്യാറാവണം, ഇടയ്ക്ക് വായിച്ചു നോക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ നോട്ടിൽ കൊടുക്കില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇതിൽ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. തഖ്രീബു തഹദീബിൻ്റെ രചയിതാവ് ആരാകുന്നു? അപ്പം പരീക്ഷ വെക്കാൻ സമയമായി എന്നർത്ഥം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി എഴുതിയ രചയിതാവ് തന്നെയാണ് തഖ്രീബു തഹദീബിൻ്റെയും രചയിതാവ്. ഈ തഖ്രീബു തഹദീബ് എന്താണ്, അതിലടങ്ങിയിട്ടുള്ള വിഷയം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചതാണ്. അൽ കുതുബു സിത്ത ഉണ്ടല്ലോ, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി പോലുള്ള ഗ്രന്ഥങ്ങളിൽ, ആ ഗ്രന്ഥങ്ങളിൽ വന്ന റിപ്പോർട്ടർമാരുടെ റുവാത്തുകളുടെ ജീവചരിത്രമാണ് ചുരുക്കമായി ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബു തഹദീബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്ന് ഇമാം ബുഖാരി, ഉദാഹരണം, ഇമാം ബുഖാരിയുടെ ഇസ്നാദിൽ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടർമാരുടെ യോഗ്യത സംബന്ധിച്ച്, അവരുടെ ജീവചരിത്രത്തെ സംബന്ധിച്ച് ചുരുക്കത്തിൽ അറിയണം, ഒറ്റ വാക്യം. അപ്പോൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ 1, 2, 3 ലൈനിലൂടെ അത് ചുരുക്കത്തിൽ വിശദീകരിച്ച് നമുക്ക് തരും. അദ്ദേഹത്തിൻ്റെ പേര്, പിതാവിൻ്റെ പേര്, അതുപോലെ തന്നെ വല്ലിപ്പായുടെ പേര്, അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹം വിശ്വസ്തനാണോ അല്ലേ എന്നൊക്കെ. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്ന പണ്ഡിതന്മാരുടെ സംബന്ധിച്ചുള്ള യോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അത് പ്രത്യേകം നമ്മളവിടെ പണ്ഡിതന്മാരുടെ വിശ്വസ്തത സംബന്ധിച്ച്, അദ്ദേഹം ഹദീസ് സ്വീകരിക്കാൻ യോഗ്യനാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഖാലിദ് ഇബ്നു മഖ്ലദ് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം എപ്പോഴാണ് മരണപ്പെട്ടത്? ഹിജ്റ 213. ഇവിടെ തഹദീബു തഹദീബ് ഉണ്ടല്ലോ, തഖ്രീബു തഹദീബിനേക്കാൾ വിശാലമായ ഒരു ഗ്രന്ഥമാണ് തഹദീബു തഹദീബ്. അതായത് തഹദീബു തഹദീബിൻ്റെ ചുരുക്കമാണ് ഏത്? തഖ്രീബു തഹദീബ്. മനസ്സിലായില്ലേ? അതായത് ഒരു വ്യത്യാസം പറയുകയാണ് ഞാൻ. വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. എന്താണ് ചുരുക്കം എന്ന് പറഞ്ഞാൽ? അതായത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അഭിപ്രായം മാത്രം ഉണ്ടാവുകയുള്ളൂ ഏതിൽ? തഖ്രീബു തഹദീബിൽ. എന്നാൽ തഹദീബു തഹദീബിൽ നമുക്ക് മറ്റുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും കൂടി അറിയണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇമാം ബുഖാരിയുടെ അഭിപ്രായം, വീക്ഷണപ്രകാരം ഈ റിപ്പോർട്ടർ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ത് പറഞ്ഞു? ഇബ്നു മഈൻ എന്ത് പറഞ്ഞു? ദാറഖുത്നി എന്ത് പറഞ്ഞു? ഉദാഹരണമായി അതൊക്കെ ഏതിലുണ്ടാവും? തഹദീബു തഹദീബ് ഉണ്ടാവും. അതുപോലെ തന്നെ റിപ്പോർട്ടർമാരുടെ ഗുരുക്കന്മാർ, ശിഷ്യന്മാർ, അവരെക്കുറിച്ച് ഏതിലുണ്ടാവില്ല? തഖ്രീബു തഹദീബിൽ ഉണ്ടാവില്ല, തഹദീബു തഹദീബിൽ ഉണ്ടാകും. ഉദാഹരണമായി നമ്മൾ പറയുകയാണ്, ഇപ്പം ഒരു റിപ്പോർട്ടർ
അയാൾ താബിഇയാണോ അല്ലേ ഒരു ചർച്ച. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ വിശദാംശങ്ങളൊക്കെ ഏതിലുണ്ടാവും? തെഹദീബിൽ ഉണ്ടാകും, തഖ്രീബു തെഹദീബിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ വിശാലമായ ഗ്രന്ഥത്തിലേക്ക് മടങ്ങും. ഖാല ഹദ്ദസനാ സുലൈമാൻ ഇബ്നു ബിലാൽ. ഇവിടെ ഖാല നമ്മൾ ചേർക്കും, വായിക്കുമ്പോൾ സനദ് വായിക്കുമ്പോൾ ഖാല ചേർക്കും, പക്ഷേ എഴുത്തിലൂടെ അത് കാണുകയില്ല. എന്താ കാരണം? ഖാല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹദ്ദസനാ സുലൈമാൻ ഇബ്നു ബിലാൽ എന്ന് പറയുന്നത് ആരായി മാറും? ഈ വായിക്കുന്ന ആളിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് ഖാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി ആരാണ് ഉദ്ധരിക്കപ്പെട്ടത്? ഖാലിദ് ഇബ്നു മഖ്ലദ്. അദ്ദേഹം പറഞ്ഞു ഹദ്ദസനാ സുലൈമാൻ ഇബ്നു ബിലാൽ. സുലൈമാൻ ഇബ്നു ബിലാൽ നമ്മോട് പറഞ്ഞു. ആരാണ് ഈ സുലൈമാൻ ഇബ്നു ബിലാൽ? അദ്ദേഹം സുലൈമാൻ ഇബ്നു ബിലാൽ അത്തൈമി, ഹിജ്റ 177 മരണപ്പെട്ടു. ഖാല ഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു ദീനാർ. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അൽ-അദവി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയും ശിഷ്യനുമാണ്. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. ഹിജ്റ 127 മരണപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അൽ-അദവി അദ്ദേഹം ഇബ്നു ഉമറിൻ്റെ മൗല എന്ന് പറഞ്ഞാൽ മൗല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു, പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നസബിൻ്റെ പേര്, ആ പേരിലേക്ക് ആര് ചേർക്കപ്പെട്ടു? അബ്ദുല്ലാഹി ഇബ്നു ദീനാർ ചേർക്കപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ മൗല എന്ന് പറയുമ്പോൾ ഈ അടിമത്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മൗലയുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ മൗല എന്ന് വിളിക്കപ്പെടും. അതിനൊരു ഉദാഹരണമാണ് ആര്? ഇമാം ബുഖാരി. ഇമാം ബുഖാരി ഇവിടെ നസബിൽ കാണും അൽ ജുഅഫി എന്ന്. അൽ ജുഅഫി എന്നത് അറബി ഗോത്രപ്പേരാണ്. എന്താണ് കാരണം? ഇമാം ബുഖാരിയുടെ ഏതോ ഒരു പിതാവ്, അതായത് വല്ലിപ്പ, അദ്ദേഹം ജുഅഫിയായ യജമാനൻ്റെ കീഴിൽ അദ്ദേഹം മുഖേനയാണ് മുസ്ലിമായത്. അതുകൊണ്ട് തന്നെ ആ കുടുംബ പേര് ഇയാളിലേക്ക് എന്താണ് നൽകപ്പെട്ടു. അങ്ങനെയാണ് അൽ ജുഅഫി എന്ന ആ നസബ് ഇമാം ബുഖാരിയുടെ പേരിൽ ചേർക്കപ്പെട്ടത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ ആരാണ്? ഇബ്നു ഉമറിൻ്റെ ശിഷ്യനും കൂടിയാണ്, മൗലയുമാണ്, ശിഷ്യനുമാണ്, പണ്ഡിതനാണ് അദ്ദേഹം, അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്. അനിബ്നു ഉമറ, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ എന്താ പേരുണ്ടല്ലോ, ആ പേരിൻ്റെ ചുരുക്കമാണ് ഇബ്നു ഉമർ. അനിബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ. ഇബ്നു ഉമർ എന്നത് ഒരു വ്യക്തിയാണ്, പക്ഷേ നമ്മൾ തർദിയത്ത് ചൊല്ലിയപ്പോൾ എന്താണ് അവർക്ക് രണ്ടു പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി ഉണ്ടാവട്ടെ, അവർ രണ്ടുപേരിലും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ രണ്ടു പേര് അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കും ആണ് മടങ്ങുന്നത്. റളിയല്ലാഹു അൻഹുമാ. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഖാല മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. ഗൈബിൻ്റെ ഖജനാവുകൾ, മഫാത്തിഹ് ഖംസുൻ അഞ്ചാകുന്നു, ലാ യഅലമുഹാ ഇല്ലല്ലാഹ് അതിനെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ, അള്ളാഹുവിനല്ലാതെ ആർക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല. മഫാത്തിഹുൽ ഗൈബി അദൃശ്യജ്ഞാനത്തിൻ്റെ ഖജനാവുകൾ അള്ളാഹുവിന് മാത്രമേ അറിയൂ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. മഫാത്തിഹ് എന്ന് പറയും, മഫാത്തീഹ് എന്ന് പറയും. മിഫ്താഹിൻ്റെ ബഹുവചനമാണ് ഏത്? മഫാത്തീഹ്. ഇവിടെ ഹദീസിൽ വന്നത് എന്താണ്? മഫാത്തിഹുൽ ഗൈബ്. സൂറത്തുൽ അൻആമിൽ ആയത്തിൽ എന്താ വന്നത്? വഇൻദഹു മഫാത്തിഹ്, യാ ഇല്ലാതെയാണ് വന്നത്. മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഗൈബിൻ്റെ ഖജനാവുകൾ അല്ലെങ്കിൽ താക്കോലുകൾ അതിനെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ. സാധാരണ ഒരു അടക്കപ്പെട്ട ഒരു മുറി, അതിന് അകത്തുള്ള വസ്തുക്കൾ നമുക്ക് അറിയുകയില്ല.
എന്നാൽ അത് അറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. അത് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പടി എന്താണ്? ആ റൂമിൻ്റെ, ആ മുറിയുടെ പൂട്ട് തുറന്ന് വാതിലുപയോഗിച്ചുകൊണ്ട് തുറക്കുക. അപ്പോൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള ആദ്യത്തെ പടി എന്താണ്? അതിൻ്റെ മഫാത്തിഹ് അഥവാ അതിൻ്റെ താക്കോലുകൾ സംബന്ധിച്ച് അറിയുക എന്നാണ്. അതിനെക്കുറിച്ച്, അതായത് അദൃഷ്ടജ്ഞാനത്തിൻ്റെ മഫാത്തിഹുകളെ കുറിച്ച് തന്നെ അള്ളാഹുവിന് മാത്രം അറിയൂ. പിന്നീട് അതിൻ്റെ അകത്തുള്ള വസ്തുക്കൾ പറയേണ്ടതില്ലല്ലോ. മനസ്സിലായില്ല? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇവിടെ ഈ കാര്യം പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. നമുക്ക് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇമാം അബു മുഹമ്മദ് ഇബ്നു അബി ജംറ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എഴുതിയ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, വൽ മഫാതീഹു ഐസറുൽ അഷ്യാഇ ലിഫത്ഹിൽ ബാബ്. ഒരു കവാടം തുറക്കപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? മഫാതീഹാണ്, താക്കോലുകളാണ്. ഫഇദാ കാന ഐസറുൽ അഷ്യാഇ ലാ യുഅറഫു മൗദിഉഹാ. ഏറ്റവും എളുപ്പമുള്ള കാര്യം തന്നെ അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല സൃഷ്ടികൾക്ക്. فإذا كان أيسر الأشياء لا يعرف موضعها فما فوقها أحرى أن لا يعرف. എന്നാൽ അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് ആർക്കും പിന്നീട് അറിയാൻ സാധ്യമല്ല. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ പോലും സൃഷ്ടികൾക്ക് അറിയുകയില്ല. അതാണ് മഫാത്തിഹ്, താക്കോലുകൾ. പിന്നീട് അതിനകത്തുള്ള കാര്യങ്ങൾ സൃഷ്ടികൾക്ക് അതുമായി യാതൊരു നിലക്കും അടുക്കുവാൻ തന്നെ പറ്റുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് നൽകപ്പെടുന്ന സൂചന. ലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്. എന്താ അർത്ഥം? ഗർഭാശയങ്ങൾ കമ്മി വരുത്തുന്ന, കുറവ് വരുത്തുന്ന ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ല. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അതായത് ഗർഭാശയങ്ങളിൽ ഉണ്ടാകുന്ന ശിശു, ആ ശിശു പുറത്തേക്ക്, ഈ പുറം ലോകത്തേക്ക് വരുന്നത്, ജനിക്കുന്നത് ഒരു പക്ഷേ 9 മാസങ്ങൾ തികഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 9 മാസത്തിന് മുമ്പ് തന്നെ കുട്ടി പുറത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ 9 മാസം കഴിഞ്ഞ് ശേഷം വരുന്ന ആ അവസ്ഥക്കാണ് എന്ത്? ഗർഭാശയങ്ങൾ എന്താണ് പൂർണ്ണമായും വരിക, അല്ലെങ്കിൽ പൂർത്തിയാക്കി വരിക. ഒമാ തെസ്ദാദ് എന്ന ഖുർആൻ ഉപയോഗിച്ച വാക്കിൻ്റെ അർത്ഥം, ഉദ്ദേശം അതാകുന്നു. എന്നാൽ 9 മാസത്തിന് കുറവായി കമ്മി ഉണ്ടാകുന്ന അവസ്ഥക്കാണ് ഒമാ തഗീദുൽ അർഹാം എന്ന ആ പ്രയോഗം വന്നത്. അപ്പോൾ കുട്ടി, ഒരു ശിശു ജനിക്കുന്നത് പൂർണ്ണമായ കാലയളവ് പൂർത്തീകരിച്ചിട്ടാണോ അതല്ല അതിൽ കുറവ് ഉണ്ടായിട്ടാണോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായി അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. വലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്. ഇവിടെ ഇല്ല എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 2 ലൈനിലും അത് മായ്ച്ചു കളയണം. നാളെ സംഭവിക്കാൻ പോകുന്ന, നാളെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ആർക്കാണുള്ളത്? അള്ളാഹുവിനുള്ളത്. അള്ളാഹുവിനാണുള്ളത്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും, അല്ലേ? ഇപ്പം നാളെ എൻ്റെ കച്ചവടത്തിന് ഇത്രയും ലാഭം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഊഹിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായി ലാഭനഷ്ടങ്ങളുടെ കണക്ക് ആർക്കും, ഒരു സൃഷ്ടിക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ സൂറത്തുൽ ലുഖ്മാനിൽ, വയഅലമു മാ ഫിൽ എന്താണ് അർഹാം. ഗർഭാശയങ്ങളിൽ ഉള്ളതിനെ സംബന്ധിച്ച് അള്ളാഹു അറിയുന്നു. അഥവാ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ചിലർ ധരിച്ചതുപോലെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന അറിവിനെ കുറിച്ചുള്ള ഒരു വിഷയം മാത്രമല്ല അവിടെ വരുന്നത്. മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുട്ടി സംബന്ധിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടാണോ കുറവായിട്ടാണോ പുറത്തേക്ക് വരുന്നത് എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായ അറിവ് ആർക്കാണുള്ളത്? അള്ളാഹുവിനാണ്. എന്നാൽ
ആധുനിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ ചില ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? എന്നാൽ ആ ഘട്ടങ്ങൾക്ക് മുമ്പ്, റൂഹ് നഫ്ഖ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു സൃഷ്ടിക്കും ഒരു മഖ്ലൂഖിനും അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ശേഷം പറയുന്നു, വലാ യഅലമു മതാ യഅതിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്. എപ്പോഴാണ് മതർ, മഴ ഇറങ്ങുക വരിക എന്ന് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ല. ഇവിടെ കാലാവസ്ഥ നിരീക്ഷകർ അവർ ചില അടയാളങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ നിരീക്ഷിക്കുന്നു. അവർ പറയുന്നു, ഈ അടയാളങ്ങൾ, ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം ഈ ദിവസങ്ങളിലൊക്കെ മഴ പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. എന്നാൽ ആ നിരീക്ഷണങ്ങൾ, ആ പ്രതീക്ഷകൾ എപ്പോഴും സാധ്യമാകണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് സൃഷ്ടികളുടെ അറിവ് പോലെയല്ല, സൂക്ഷ്മമായ അറിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ അറിവിന് വിരുദ്ധമായ കാര്യമൊന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. ഒരു മഖ്ലൂഖിൻ്റെ അറിവെന്ന് വെച്ചാൽ വളരെ തുച്ഛമായ അല്ലെങ്കിൽ കുറഞ്ഞ അറിവാണ്. അതിനൊക്കെ എന്തുണ്ട്? പരിധികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഈ ആധുനിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചില സംഗതികളൊക്കെ നിരീക്ഷിക്കപ്പെടാറുണ്ട്, ഊഹിക്കപ്പെടാറുണ്ട്, പ്രതീക്ഷിക്കപ്പെടാറുണ്ട്. അതും ഈ ആയത്തുകളും ഈ ഹദീസുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഒരിക്കലും ധരിക്കാൻ പാടില്ല. വലാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ചാണ്, മണ്ണിൽ വെച്ചാണ് താൻ മരിക്കുക എന്ന് ഒരു ആത്മാവിനും അറിയുകയില്ല, ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ. വലാ യഅലമു മതാ തഖൂമു സ്സാഅതു ഇല്ലല്ലാഹ്. ഖിയാമത്ത് നാൾ, അന്ത്യസമയം എന്നാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചും കൃത്യമായി ആർക്കും, ഒരു മഖ്ലൂഖിനും അറിയുകയില്ല, ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയുകയുള്ളൂ. ഇതെല്ലാം ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇൽമുൽ ഗൈബ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട സിഫത്താണ്. ആ സിഫത്ത് ഒരു മഖ്ലൂഖിനും വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഒരു മഖ്ലൂഖിന് ഇൽമുൽ ഗൈബ് അറിയും എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അഥവാ ഒരു മഖ്ലൂഖ് ആലിമുൽ ഗൈബാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറും. കാരണം അള്ളാഹുവിൻ്റെ സിഫത്ത് ആ മഖ്ലൂഖിന് നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ തൗഹീദ് പഠിപ്പിക്കുന്ന ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ ഉദ്ധരിച്ചു. കിതാബു തൗഹീദിൽ ഒരു ഹദീസാണ് നമ്മളിപ്പോൾ വായിച്ച ഈ ഹദീസ്. അതുകൊണ്ട് തന്നെ തൗഹീദ് യഥാവണ്ണം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും യഥാർത്ഥ മുവഹിദീങ്ങളായിട്ട് ജീവിക്കുവാനും മരണപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു